ഭക്തിയും യാത്രയും തമ്മിലുള്ള ബന്ധം മനസ്സിന് ശാന്തിയും ആത്മീയ ഉണർവും നൽകുന്ന ഒന്നാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ദൈവികാനുഭൂതിക്കൊപ്പം പ്രകൃതി ഭംഗിയും ആസ്വദിക്കാനുള്ള അവസരമാണ്. അങ്ങനെ ഒരു യാത്രാനുഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും ഉഗ്രമൂർത്തിയും അഭീഷ്ടവരദായിനിയുമായ വള്ളിയാങ്കാവിലമ്മയുടെ സന്നിധിയിലേക്കാണ് ഇന്നത്തെ യാത്ര. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ മുണ്ടക്കയത്തിന് സമീപമാണ് വള്ളിയാങ്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 6:30 ദീപാരാധന തൊഴുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര. മുണ്ടക്കയം വരെ ദേശീയപാത 183 യാത്ര. അതുകൊണ്ട് തന്നെ യാത്ര സുഗമമായിരുന്നു. മുണ്ടക്കയത്ത് നിന്നും കുമളി റൂട്ടിൽ 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ വലതുവശത്തായി വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം എന്നെഴുതിയ വലിയ കമാനം കാണാം. ഇവിടെ മുതൽ ഒരു 11 കിലോമീറ്റർ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയുടെ എസ്റ്റേറ്റ് റോഡിലൂടെയാണ് യാത്ര. ഇതുവരെയുള്ള യാത്ര പോലെ അത്ര സുഗമമല്ല ഇനിയുള്ള യാത്ര. വണ്ടിക്ക് വേണ്ടത്ര ഇന്ധനവും നിറച്ച് കാറ്റും ചെക്ക് ചെയ്ത ശേഷം വേണം യാത്ര തുടരാൻ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തമിഴ് ഗ്രാമത്തിലാണോ എന്ന് തോന്നും വിധം വഴിയിലെമ്പാടും പശുക്കളും കാളകളും മേഞ്ഞു നടക്കുന്നു. അവർക്കിടയിലൂടെ വളരെ സാവകാശമാണ് യാത്ര. വള്ളിയാങ്കാവ് ഭഗവതിയെ സംബന്ധിച്ച ഐതിഹ്യത്തിന് ദ്വാപരയുഗത്തോളം തന്നെ പഴക്കമുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇപ്പോഴത്തെ പാഞ്ചാലിമേട്ടിൽ താമസിച്ചിരുന്നുവെന്നും അന്നവിടുത്തെ ആദിവാസികളാണ് അവരെ സഹായിച്ചു വന്നതെന്നും പറയപ്പെടുന്നു. അജ്ഞാതവാസാരംഭകാലത്ത് ആദിവാസികളോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായി പാണ്ഡവർ ആരാധിച്ച ദുർഗാദേവിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് പാരിതോഷികമായി കൊടുത്തു. ഈ ദേവിയെ നിങ്ങൾ ഭക്തിപൂർവ്വം ആരാധിക്കുക, ദേവി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്ന് പാണ്ഡവർ ആദിവാസികളോട് പറഞ്ഞു. ആദിവാസികൾ കൗളി മാർഗത്തിൽ പൂജ ചെയ്തതുമൂലം ദേവി ഭദ്രയായി. കാലാന്തരത്തിൽ ആ സ്ഥലം താമസയോഗ്യമല്ലാതെ വന്ന് ആദിവാസികൾ കുടിയൊഴിഞ്ഞപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്നും ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തേക്ക് ദേവി കാട്ടുവള്ളിയിൽ ആടി വന്ന് കുടികൊണ്ടുവത്രേ. അങ്ങനെ ഈ ദേശം വള്ളിയാടിക്കാവെന്നും പിന്നീട് ലോപിച്ച് വള്ളിയാങ്കാവെന്നും അറിയപ്പെട്ടു. ദേവി ആടി വന്നതായി പറയപ്പെടുന്ന ആ വള്ളി ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് ഗുരുതിക്കളത്തോട് ചേർന്ന് കാണാം. 6:30 ക്ഷേത്രത്തിലെത്തിയ ഞങ്ങൾ പൂജാസാധനങ്ങൾ വിൽക്കുന്ന കൗണ്ടറിൽ നിന്നും ഭദ്രകാളി നടയിലേക്കും ദുർഗാദേവിയുടെ നടയിലേക്കുമുള്ള പൂജാസാധനങ്ങൾ വാങ്ങി ക്ഷേത്ര പടവുകൾ കയറി തിരുമുറ്റത്തെത്തി. ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവം കരിങ്കുറ്റിയാൻ മൂർത്തിയെയും ഇവിടെ ആരാധിക്കുന്നു. കരിങ്കുറ്റിയാൻ മൂർത്തിക്ക് അഭിഷേകത്തിനുള്ള വിദേശമദ്യം കയ്യിൽ കരുതിയിരുന്നു. വനസമ്പത്തായ തേൻ, കിഴങ്ങുകൾ കൂടാതെ പുകയില, കള്ള് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഈ മൂർത്തിക്ക് നിവേദ്യമായി പൂജിച്ചു വരുന്നു. കാലാന്തരത്തിൽ കരിങ്കുറ്റിയാൻ മൂർത്തി ദേവിയുടെ പ്രധാന അനുചരനായി മാറുകയും ദേവിയോടൊപ്പം പ്രധാന ദേവതാസ്ഥാനം നൽകി ഭക്തജനങ്ങൾ ഉപാസിച്ചു വരികയും ചെയ്യുന്നു. വെള്ളം കുടിക്ക് രസീത് എഴുതിച്ച് ആദ്യം ഞങ്ങൾ കരിങ്കുറ്റിയാൻ മൂർത്തിയുടെ നടയിലെത്തി രസീതും മദ്യവും തിരുമേനിയെ ഏൽപ്പിച്ചു. അഭിഷേകം നടത്തുന്നത് കണ്ട് തൊഴുത് ദക്ഷിണയും നൽകി കാണിക്കയും അർപ്പിച്ചു. കരിങ്കുറ്റിയാൻ നടയിൽ നിന്നും ശ്രീ ഭദ്രകാളി നടയിലെത്തി വഴിപാട് രസീതുകൾ നടയിൽ സമർപ്പിച്ച് തൊഴുത് പ്രദക്ഷിണവും വെച്ചു. തൊട്ടടുത്തുള്ള ദുർഗാദേവിയുടെ നടയിലും തൊഴുതു. 2 നടയിൽ നിന്നുമുള്ള പ്രസാദവും വാങ്ങിയിറങ്ങി. 8:30 ആരംഭിക്കുന്ന ഗുരുതി ചടങ്ങുകൾക്കായുള്ള കാത്തിരിപ്പാണ്. പ്രധാനമായും നാവുദോഷം, പ്രാക്കുദോഷം, ദൃഷ്ടിദോഷം തുടങ്ങിയ ദോഷങ്ങൾക്ക് പരിഹാരം തേടിയും അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾ ജോലി ലഭ്യതയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങാനും മംഗല്യ തടസ്സം നീങ്ങുന്നതിനുമൊക്കെയാണ് വള്ളിയാങ്കാവിലെത്തി തൊഴുത് വഴിപാടുകൾ ചെയ്യുന്നത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ഭൂമിയുടെ ക്രയവിക്രയം ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീങ്ങാനും ധാരാളം ആളുകൾ ഇവിടെയെത്തി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കൃത്യം 9:00 ഗുരുതി പൂർത്തിയായി. പ്രസാദവും വാങ്ങി തിരികെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. എസ്റ്റേറ്റ് റോഡ് ദുർഘടമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ 11 കിലോമീറ്ററിൽ വഴിവിളക്കുകളോ വീടുകളോ ഇല്ല. ഗുരുതി കഴിഞ്ഞിറങ്ങുന്നവരുടെ വാഹനങ്ങളുടെ വെളിച്ചം മാത്രം. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ശക്തി സ്വരൂപിണിയായതുകൊണ്ടാണ് ഇത്രയേറെ ദുർഘടമായ പാത താണ്ടിയും 100 കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നതും ഗുരുതിയിൽ പങ്കെടുക്കുന്നതും.